ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണത് ഒരു ബൈക്കിൻ്റെ ഗെയിമാണ് ഗൈസ്. അതിനകത്ത് നമുക്ക് ഡെലിവറി ചെയ്യുന്നൊരു ഗെയിമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളിയാണ് ഗൈസ്. ഇത് ഇതിനെ പണ്ടോടെ കളിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ വീഡിയോയിൽ ഒരു 5-6 മാസമായി ഈ ഫോൺ വീഡിയോ ഇട്ടിട്ട്. കാരണം ഈ ഫോണിലെ നമ്മളൊരു ഇച്ചിരി നാൾ അകലെയായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് കുറച്ചധികം നാൾ വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ അന്നും വിചാരിച്ച് നമ്മുടെ സബ്സ്ക്രൈബറും ലൈക്കും ആരും പോകണ്ട, നമുക്ക് പിന്നെയും തുടങ്ങാം നമ്മുടെ സ്കൂട്ടറുമായിട്ട്. അപ്പം നമുക്ക് കളിക്കുക. അത് നമ്മൾ കേട്ടോ. നെക്സ്റ്റ് മിഷൻ 1 ഹയസ്റ്റ് സ്കോർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അയ്യോ മനസ്സിലായില്ല. ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക് കേട്ടോ. അപ്പം നമുക്ക് കളിച്ച് പോവാം. അമ്മേ അയ്യോ, ബാലൻസ് ഇട്ടുള്ള ഇങ്ങനെ പ്രോപ്പർ ഇറങ്ങി കഷ്ടം കണ്ട. എസ്സൻ്റെ ഡ്രൈവിങ് കണ്ട പ്രോപ്പർ ആണ് ഇതിനകത്ത്. We have win. Mission completed 2. അപ്പോൾ നമുക്ക് നേരെ കളിക്കുക ഗൈസ്. Come on, play. ഓക്കെ, പോവാം. നമുക്ക് വൈകിട്ടൊക്കെ ആയിട്ടോ ട്രെയിൻ പറഞ്ഞ്. നമുക്കൊരു ബിരിയാണി കൊടുക്കാണ്ട് ഗൈസ്. ബിരിയാണി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കോൾ വന്നത്. ഈ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് നിസ്സാരക്കാരനല്ല കേട്ടോ. 5 പാക്കറ്റ് ബിരിയാണി ഒരു സമയത്തിൽ ഓർഡർ ചെയ്തത്. 5 പാക്കറ്റ് ബിരിയാണി വെറുതെ മനുഷ്യൻ്റെ സമയം കളയാനായിട്ടമ്മേ. സൂറി കുഴപ്പമില്ല, ബിരിയാണി തിരിച്ചു കിട്ടി. ഭാഗ്യം. ബിരിയാണിക്കൊന്നും പറ്റിയില്ല, എനിക്ക് മാത്രം പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് വണ്ടിയില്ലേ, നമ്മളെ ഏതോ ഒരു ട്രക്കിങ് പോലെ അടിച്ചു. ഓരോട്ടും കൂടി വീഡിയോ ബാക്ക് കളിക്കിയാൽ ക്ലിയർ ആയിട്ട് കാണുമ്പേ. ഓക്കെ, ഓരോടും പറ്റിയില്ല, അല്ലെങ്കിൽ നല്ല ചീത്ത കേട്ടോ. നമ്മുടെ ടൈം കഴിഞ്ഞു. നമുക്കിനി ചെയ്യാൻ താല്പര്യമില്ല. നമുക്ക് ഓരോട്ടും കൂടി നോക്കാം. ഇപ്പം വൈകിട്ടാണ് അവർക്ക് ബിരിയാണി ഓർഡർ ചെയ്യാൻ കിട്ടിയ സമയം. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബിരിയാണി കടയ്ക്ക് സ്പീഡിൽ പോകട്ടോ. സ്പീഡിൽ പോയി ഇടയ്ക്ക് അറിയാണ്ട് ജസ്റ്റ് വണ്ടി കിട്ടി. ആ സീനാക്കണ്ട. സമയം എവിടെ? അയ്യോ, സമയം ഉണ്ടല്ലോ. ഇത് പോയി, ഞാൻ സമയത്തിന് കാര്യം വിട്ടുപോയി. പൊട്ട് സമയം കിട്ടും. നോ. ഓക്കെ, ഫസ്റ്റ് കളിക്കാം. എന്നിട്ട് നമുക്കെല്ലാം ഫാസ്റ്റ് ആയിട്ടാണ് ഗൈസ്. ഫോണൊക്കെ പരസ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഗെയിമിലേക്ക് ജിമിനി വന്നാണ് ഗൈസ്. ജിമിനി വന്ന് ഹായ് പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. കമോൺ. ഇതിനകത്ത് ഞാൻ പറപ്പിച്ചു വിടും. അയ്യോ എന്താ വണ്ടി അങ്ങോട്ട് പോകാത്തെ? അങ്ങോട്ടൊക്കെ നോക്കാൻ പറയണേ. അയ്യോ ചേച്ചി, എൻ്റെ വണ്ടി അങ്ങോട്ട് പോകണില്ല. സത്യം എൻ്റെ വണ്ടി അങ്ങോട്ട് പോകണില്ല. പോയി. എന്താ സംഭവിക്കണേ? ഞാൻ ഫോണിൽ എത്തിനാട്ട കേസ് പോണത്. എന്തൊക്കാട്ടണേ? അയ്യോ, ഒന്നും മനസ്സിലാവണില്ല.
സമയം കഴിഞ്ഞ് ഇതെന്ത് കളി മനസ്സിലാവുന്നില്ലല്ലോ. കണ്ട ചിരിഞ്ഞു പോവാണ്. ഇതിപ്പോൾ എന്ത് കഷ്ടമാണത്. കസിക്ക് എന്ത് ഗ്ലിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഞാൻ നേരെ ഇത് കൊള്ളാല്. ഇതെന്ത് കഷ്ടം. നമുക്ക് സെറ്റിങ്സിൽ പോവാം. നമുക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെയുണ്ടോ നോക്കാം. ഇപ്പോൾ ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സെറ്റിങ്സിൽ പോയിട്ട് ഇതാക്കാം, ശരിയാക്കാം, ശരിയാക്കാം, ശരിയാക്കാം. അയ്യോ ബ്രേക്കില്ല വണ്ടിക്ക്. അത് മാത്രമല്ല ഇതും ഇതുപോലെ. അയ്യോ ശരി നമ്മൾ ടൈം മിക്കവാറും പോയിണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീറിംഗ് എടുത്ത് നോക്കാം. എന്താ അവസരം അറിയില്ല. സമയം കഴിഞ്ഞോ ഓരോടി ഇതിനകത്ത് നമ്മൾ ചെയ്യും ഗൈസ്. ഇതൊക്കെ പറപ്പിച്ച് വിടാം. നമ്മൾ ഹാൻഡിൽ നിർത്തണം. ഈ ഹാൻഡിൽ തൂക്കിയിടണം. ഇനി ഒരു ചോറുമ്പോൾ നോക്കിയെടുത്ത് അപ്പുറത്ത് അടിക്കുള്ളൂ. നമുക്ക് കട്ട സ്പീഡിലായിട്ട് പോകണേ. അണ്ണാൻ കട്ട സ്പീഡിൽ പോകണ. അയ്യോ അയ്യോ ഞാൻ ഭയങ്കര സ്പീഡിലാണ് പോകണത്. ഇനി കുറച്ച് പേര് ഇടിച്ചിടണം. അയ്യോ ബിരിയാണി തണക്കാറുണ്ടോ. അയ്യോ അയ്യോ ഇതേപോലെ വിളിക്കണ്ടല്ലോ. പക്ഷെ എൻ്റെ പിന്നെ ഇപ്പം എന്നെ കൊല്ലും. പെട്ടെന്ന് കൊടുക്കാം. ട്രാഫിക് ഗൈസ്. നമ്മൾ ബിരിയാണി കൊടുത്തേക്കാണ് ഗൈസ്. അപ്പം 3 പാക്കറ്റ് ബിരിയാണി കൊടുത്തു കേട്ടോ. ഓക്കെ നമുക്ക് വണ്ടി സെയിൽ ആവുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ ലോഡിങ്. ഗാരേജ് പോവാം. ഈ വണ്ടി നമുക്ക് വന്നേക്കാണ്. പക്ഷെ വണ്ടിക്കുള്ള പൈസ നമ്മുടെ കയ്യിൽ വണ്ടിക്ക് എത്രയാണ്? 2500. അയ്യേ ഈ സ്കൂട്ടറൊന്നും വാങ്ങണം, ബൈക്കാണ്. ഇതൊരു കാര്യം അറിയാം. എൻ്റെ പണ്ടുണ്ടായിരുന്ന ബൈക്ക് ഈ പച്ച കളർ ബൈക്കാണ്. ഈ പച്ച കളർ ബൈക്കാണ് എൻ്റെ പണ്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബൈക്കും ഇതും ഉണ്ടായിരുന്നിട്ട് എൻ്റെ ഒപ്പം. ഈ 3 വണ്ടിയാണ് എൻ്റെ മേലുണ്ടായിരുന്നത്. ഇതും ഇതും ഈ പച്ച ബുള്ളറ്റും ഈ ബ്ലാക്ക് ബുള്ളറ്റും ഈ മഞ്ഞ ബൈക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും കളിക്കാൻ പോവാം. നമ്മളെ വണ്ടിയിലിട്ട് വാ. ഓക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് വേണ്ട, നമുക്കിത് വിളിച്ചേക്കാം. പ്ലേ എന്താ അയ്യോ എന്താ റോങ്. അല്ല അപ്പ സൈഡ് റോങ്. ഞാൻ റോങ് വേ കയറി പോകുന്നു. യെസ് ഈ വർഷം അയ്യോ ബ്രേക്ക് സോറി ഗൈസ് ബ്രേക്ക് കിട്ടിയ. അയ്യോ 2 മിനിറ്റ്. അയ്യോ നോ ഇല്ല. ഓക്കെ 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 സ്പീഡിൽ പോവാം. സ്പീഡിൽ പോട്ടെ. നല്ല സ്പീഡിൽ പോട്ടെ. സ്പീഡ് പോട്ടെ. സ്പീഡ് ഷട്ടികാടി പുള്ളി. ഓമ്മേ നല്ല ഇടിയിട്ടുണ്ട്. സമയം പോരാ അവിടെ എത്താൻ. അപ്പം നമ്മളെന്ത് ചെയ്യും, അടുത്ത ഭയങ്കര സ്പീഡിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ ആ ട്രക്ക് പൊടിച്ചത്. ട്രക്കുകാരൻ എത്ര പൈസ ഞാൻ കൊടുത്തുണ്ട്. ഇടിച്ചതിൻ്റെ പൈസ ഇല്ലാണ്ട്. ഓ മൈ ഗോഡ്
ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ഇപ്പം എന്ത് കഷ്ടമാണ്, കുറേ നേരി. കുഴപ്പമില്ല, നമ്മളത് വിജയിക്കും. ഈ പ്രാവശ്യമല്ലേ നോർമൽ സാധനമൊന്നുമല്ല, കുഴിമന്തിയാണ് കൊടുക്കേണ്ടത്. കുഴിമന്തി എനിക്ക് ബ്രേക്കില്ല. സോറി, ബ്രേക്കില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ഇടിക്കുന്നോളാ. എല്ലാം കണക്ക് തന്നെ. ഈ മുഖത്ത് പിടിച്ചേക്കാലേ ബ്രേക്ക് ആവുള്ളൂ. അയ്യോ ചേച്ചി, ചേട്ടാ സമയമില്ല. ഇയാളിത് അങ്ങേര് വട്ടൻ അങ്ങോട്ട് പോകാൻ സമയക്കുണ്ടായിരുന്നില്ല, ഓട്ടോയ്ക്ക് സമയക്കുണ്ടായിരുന്നു. അയാൾക്ക് സ്പീഡ് ഉണ്ടാവില്ല. കുഴപ്പമില്ല, ഞാൻ അയാളെ വീട്ടിൽ ചെയ്തോളാം. ഞാൻ ഈ സ്ക്രീനിൻ്റെ സാധനത്തിന് മോളിക്കുന്ന സമയത്താണ് ട്രക്ക് ഒന്ന് അടിച്ചത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതെന്തായാലും ചാവുന്ന ഉറപ്പായി. ഇപ്പം കുഴിമന്തിൻ്റെ ആൾക്കാർ പൊളിക്കും, ഉറപ്പാണ് മക്കളെ. അയ്യോ, കുഴിമന്തിൻ്റെ ആൾക്കാർ പൊളിക്കല്ല. രാവിലെയായി. അങ്ങാടി കിടക്കണ വണ്ടി, സോറി, കല്ലൂർ കിടക്കണ വണ്ടിയാണ് ഗൈസ് വൈക്കത്തിക്ക് വിളിക്കണത്. ഇപ്പോൾ വൈക്കത്തിക്ക് 4.5 മണിക്കൂറുണ്ട് ട്രാവലിങ്. അതെ, കുഴപ്പമില്ല, ആ സീനൊക്കെ ഉണ്ടോ. നമുക്ക് സ്പീഡിൽ പോവാം. ബ്രേക്ക്. ഓ ഇല്ല, എനിക്ക് തൊട്ടടുത്താണ് ചെക്ക് പോയിന്റ്. പോയി ചമ്മി. അത് നമ്മൾ പറപ്പിച്ചു കേട്ടോ. ചേട്ടൻ്റെ മുട്ടരിനെ നൈസായിട്ട് ഓട്ടേക്കുക. സെറ്റ് ആക്കി ഒന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് 101 മാക്സിമം. ഈ സ്കൂട്ടറിൻ്റെ മാക്സിമം സ്പീഡിലാണ് നമ്മൾ പോണത്. ഓ, ജസ്റ്റ് കണ്ടില്ല അതിൻ്റെ ഒപ്പമാണ്. ഗ്യാപ്പുകൾ കയറിയിട്ടായിരുന്നു 2 വണ്ടീൻ്റെ. മോനെ പൊടി. അയ്യോ മോനെ മൂഞ്ചി. ഇല്ല, കുഴപ്പമില്ല. ഇപ്പം ശരിക്കും മൂഞ്ചി. 1 രൂപ കൊടുക്കാം. ഓ മൈ ഗോഡ്, കിട്ടിയ അവസാനം മന്തിയും പേ ചെയ്തു. ഇനി എന്താണാവോ അടുത്തത്? എൻ്റെ പൊന്നെ, അടുത്ത നമുക്ക് കിട്ടിയ പണിയാണ് ഗൈസ്. ഐസ്ക്രീം അവിടെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. അതും കല്ലൂരിൽ നിന്ന് വൈക്കത്തി. സോറി വൈക്കത്തിക്ക് അത് മറ്റേ മന്തിയായിരുന്നു. ഇപ്പം നമ്മുടെ കട കല്ലൂരിലാണ്. അപ്പോൾ കല്ലൂരിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് വിളിച്ചേക്കുന്നത്. ഐസ്ക്രീം എന്നിട്ട് ഒരു വാചകം അടിച്ചിട്ടോ, ഐസ്ക്രീം മെൽട്ടാവാൻ പാടില്ല എന്ന്. പിന്നെ 1.5 കിലോമീറ്റർ ഐസ്ക്രീമാണ് അനങ്ങാണ്ടിരിക്കുകയല്ലേ. ഭയങ്കര അടുത്തറിയാ ഐസ്ക്രീമിന്. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഫ്രീ മറ്റേ കോൾഡ് കീപ്പർ കൊണ്ടാണ് നമ്മൾ പോണത്. കോൾഡ് കീപ്പർ കുറേ വെച്ചിട്ടാണ് ഐസ്ക്രീം മെൽട്ടാവാനായിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ നോക്കി മാക്സിമം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണം. ഒരു വണ്ടിക്ക് നിറച്ചാടി നമ്മൾ ബ്രേക്ക് പിടിക്കണല്ലോ. അമ്മേ, ഇപ്പം ബ്രേക്ക് പിടിക്കേണ്ടി വന്നു ഗൈസ്. ഇവരെന്നൊരു കണക്കത്തെ പരിപാടിയാണ് മനുഷ്യൻ്റെ ജീവിതം നയിക്കാൻ. ഞാൻ തീർച്ചയാ ഈ ട്രക്കുണ്ടോ, ഈ ട്രക്കിൻ്റെ ബാക്കിൽ പോയി കിടന്നാ ഞാൻ എപ്പോൾ വണ്ടി അടിച്ചപ്പോൾ. ഞാൻ ഒരു വിധത്തിലൊക്കെ രക്ഷപ്പെടണേന്ന്. വാവ്, ഫാന്റാസ്റ്റിക്. ഒരാട് കാണാം. വാവ്, തീവണ്ടികളാണോ അത്? റേസ് മാസ്റ്റർ 3D ഇപ്പോൾ കയറ്റാൻ സൗകര്യമില്ല. വൈ പൊന്നി പരസ്യം 15 സെക്കൻഡ് ഉണ്ടല്ലോ.
ഇയാടി കാർ ഓടിക്കാൻ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്? എടാ ഞാൻ കയറ്റാൻ പോകണില്ല, ഇനി എങ്ങനെയും പരസ്യം പറ്റി. കാരണം കുളിപ്പിച്ച് ഞാൻ ശരിയാക്കിയതാണ്, വെള്ളമൊക്കെ പുറത്തേക്ക് തെറിച്ചില്ല. ഓക്കെ 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 14 മിനിറ്റാ മുന്നീന്ന് പറഞ്ഞു. ഇപ്പം സമയം കഴിയും. പെട്ടെന്ന് 101 അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പം അവിടെ എത്തിയാൽ. ഓർമ്മ കൂടി ഇപ്പം എത്തും. യെസ് എത്തി കഴിഞ്ഞു, ഫിനിഷ്. അത് ഐസ്ക്രീം കൂടെ കൊടുത്ത് മെൽട്ട് ആവാതെ ഹയർ നമുക്ക് ഹോൺ കിട്ടിയിട്ടോ. ഹോൺ കിട്ടി, ഹയർ. അഞ്ചായി. ഞാൻ ബൈക്കിനകത്ത് കറക്റ്റ് ബയ്യോ ഗായ്സ്. നമ്മൾ ആ ബൈക്ക് വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. പൊളി. നമുക്ക് ഞാൻ ബൈക്കും കൊണ്ട് റൈഡ് പോയി നോക്കട്ടോ. ഇതിന് ഹോണുണ്ട് കേട്ടോ, കാണിച്ചിട്ട് ഹോൺ കാണിച്ചേട്ടാ. ഇത് സൗണ്ടാണ് കൂട്ടിയിടാം. എന്താ മാക്സിമം 100 സ്പീഡാണ് കേട്ടോ. നല്ല സൗണ്ടാണ് കഴിഞ്ഞു, ബുള്ളറ്റ് സൗണ്ട്. ബൈക്കാന്ന് കണ്ടിട്ട് കാര്യമില്ല, ഓടിക്കാൻ കഴിയുക. കണ്ടിന്യൂ ചെയ്യാം. അമ്മീൻ്റെ മുതലാളി ചലഞ്ചാണ് കേട്ടോ ഗൈസ്. എല്ലാ വണ്ടീൻ്റെ അടുത്തിൽ കൂടെ അല്ലേ മുട്ടോളം സ്പീഡിൽ പോകുന്നത് ചലഞ്ച്. ഇനി വണ്ടിയുള്ളത് കിട്ടി. ഓ അവിടെ ഇടി കിട്ടി. നോ ഷോ എന്ത് കഷ്ടം. എടുത്തു 4 5 1000 പോയി. 2 കൂടി ബാക്കി. പക്ഷെ 7 കൊടുത്തില്ല. 7ാമത്തെ പോയി. നൈസ്. എനിക്ക് മാത്രം എടുത്ത ഭാഗ്യമുള്ളൂ, അവസാനത്ത് എത്തും കണ്ടു പോകും. കറക്റ്റ് ഓട്ടോ കൂടെ ടയർ ഇട്ടിരുന്നു. ഓട്ടോ സ്പീഡ് ഇട്ടില്ല. ഇപ്പം തന്നെ നമ്മളൊരു 3 കഴിഞ്ഞു. 4 5 5ാമത്തെ ക്രാഷായി. റൈറ്റ്. അയ്യോ സോറി. നോ 3 മിസ്സായി. ഇന്നത്തെ 2 മിസ്സായി, ഇപ്പോൾ 3 മിസ്സായി. എന്ത് കഷ്ടമാണത്. ഈ പ്രാവശ്യം അൽഫാമാണ് കൊണ്ടുപോകുന്നത്. അൽഫാം കൊണ്ടുപോകാൻ മുന്നേ 3 വണ്ടിയുടെ സൈഡിൽ പോകണം. ഓക്കെ സമയമുണ്ട് പേടിക്കണ്ട. ഇനി പേടിക്കണണ്ട, ഇനി സമയമില്ല പേടിക്കണം. നോ കഷ്ടം. 1
എത്തിയപ്പോൾ പോയേ. നമുക്ക് നേരെ പിടിച്ചു കേട്ടോ. എല്ലാ വണ്ടീൻ്റെ ഇടയിലേക്ക് പോവാം. കിട്ടിയില്ല. കിട്ടിയാ ഇടി കിട്ടി കിട്ടി ഇടി കിട്ടി. എത്ര ഇടി കിട്ടി? 5. യാ ഫൈൻ 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 നടക്കണ്ട. പൊയ്ക്കോ, കുഴപ്പമില്ല. യാ ഫൈനലി ഐ ഡു ഇറ്റ്. ഓക്കെ, ഇനി 6ാമത്തെ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? 6ാമത്തെ ലെവലിലേക്കല്ലേ? യാ 6ാമത്തെ ലെവലിലേക്കാണ്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ 16 കാറിൻ്റെ മേലെ വിടും. 15 മേലെ 15 കല്ല് കൂടെ 65 സെക്കൻഡ് ഇരുന്നു. ഓക്കെ, കുഴപ്പമില്ല. സെറ്റ് 9 45 സെക്കൻഡായി. ഓക്കെ, സെറ്റ് ഓക്കെ. 2 കൂടി 2 കൂടെ ഉള്ളു. ഈ കാര്യം ചെയ്യാം. സെറ്റ് സുറ്റ് ഞാൻ സൊല്ലിട്ടേ. ഇപ്പോൾ 5 സെക്കൻഡ് ഒരു കാർ എങ്ങനെ വരാനും? വഴിയില്ല. യാ ഫൈനലി വി ക്ലോസ്ഡ്. ഒരാളെ തുടങ്ങി അപ്പം കയറി. അവരെ റൗണ്ട് അടിച്ച് പൊയ്ക്കൂടെ? എന്നിട്ട് അറ്റം വരെ എത്ത്. അത് കിട്ടൂലേ? അയ്യേ, പോട്ട കളിക്കാണ് ഞാൻ. നെക്സ്റ്റ് എനിക്കൊന്നും കളിക്കണ്ടേ? അയ്യോ, ഇന്ന് പോയ വരത്തിയോടൊന്നും മനുഷ്യനെ ഇതാക്കാനായിട്ട്. യാ fine bro. Yeah, come to Africa. 2 kilometers right, 15 seconds. Okay, 2 കിലോമീറ്ററോളം നമ്മൾ നേരെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. വണ്ടി അടിക്കാൻ പാടില്ല, ഒരു കുന്തം അടിക്കാൻ പാടില്ല. ഓക്കെ, ദാറ്റ്സ് എന്താ വണ്ടി പോകത്തെന്താ? പോകത്തെ നല്ല സ്ഥലം പോട്ടോ. ഓ എൻ്റെ പോലെ അത് പൊളിച്ചത്. നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കേ. നേരത്തെ 2 ഹെഡിൽ കറക്റ്റ് പോയി. അതിൽ നടുവിലേക്ക് കൂടെ. പക്ഷെ എന്താണ് ഫിനിഷ്ഡ്. മിഷൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത കളിക്കുക. ഇത് കണ്ടാണ് കറക്റ്റ് എന്ത് 4 kilometers 95 seconds 10 15 seconds 2 ചില്ലറ ഇട്ടു കേട്ടോ. അപ്പം 2 ചില്ലറയാലും എനിക്ക് വലിയ ചില്ലറയാണ്. ഇനി നമുക്ക് പോകേണ്ട 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ അതൊക്കെ ഈ ബൈക്കിന് സാരം. അയ്യോ, റൈറ്റ് ആവില്ല. ഞാൻ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും പാലിക്കണം കേട്ടോ. അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഞാനും മരിക്കില്ല. എനിക്കില്ല. നമ്മൾ 2.5 കിലോമീറ്റർ കഴിഞ്ഞു. ഓ
മര്യാദയ്ക്ക് ബ്രേക്ക് കുടിച്ചാൽ മതി. ഇനി 4 കിലോമീറ്റർ പോകാൻ നടക്കില്ല. ഇപ്പം സ്പീഡ് പോട്ടെ. സോറി, ഇനി കറക്റ്റ് 2 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഓക്കെ, അത് കുറച്ച് ബാക്ക് അടിക്കണം. അത്ര സ്പീഡിൽ പോയിട്ട് കറക്റ്റ് എഡ്ജിലെത്തിയപ്പോൾ ഇത് കാണണ്ട, അത് തോറ്റി. പൊന്നി 1 കിലോമീറ്റർ കൂടി ഉണ്ട്, ഒന്നും പോകാൻ പറ്റില്ല. സ്പീഡ് ഓടിക്കുകയില്ല. അയ്യോ, 15 സെക്കൻഡിൽ അടങ്ങുക. സൗണ്ട് ഉണ്ടോ? കേൾക്കൂ. അയ്യോ, ഇപ്പം കഴിയും. ജസ്റ്റ് റീസ്റ്റാർട്ട് എടുക്കാം. റീസ്റ്റാർട്ട്. ഓക്കെ, ശരി കളി. നമ്മൾ വീഴാൻ പാടില്ല കേട്ടോ ഗൈസ്. നിങ്ങൾ വീഴാൻ പാടി സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ലൈക്ക് ചെയ്യണം ഗൈസ്. എന്നാൽ ലൈക്ക് അടിച്ചാൽ വീഴൂല ഗൈസ്. അയ്യോ, ബാങ്ക് കൊടുക്കണം, നിസ്കരിച്ചില്ല. തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് സിഗ്നൽ അപ്പുറത്തേക്ക്. ഗൈസ്, ബാങ്ക് കൊടുക്കുമ്പോൾ മിണ്ടാൻ പാടില്ല, അതുകൊണ്ട് ബാങ്ക് കൊടുത്തതിൻ്റെ വേണ്ട.